മലയാറ്റൂരിലെ കൊലപാതകത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിലായി. കൊലപാതകം നടത്തിയത് ആൺ സുഹൃത്ത് അലനാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അലൻ കുറ്റം സമ്മതിച്ചെന്നാണ് വാർത്ത. കൃത്യം നടത്തിയത് മദ്യലഹരിയിലാണെന്നും വിവരം ലഭിക്കുന്നു. സംശയ രോഗം മൂലമുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആൺ സുഹൃത്തായ അലൻ തന്നെയായിരുന്നു ആദ്യഘട്ടം മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അലനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയിലും അലനെ പോലീസ് ചോദ്യം ചെയ്തു. ഇതിൽ നിന്നാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. അലൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അലൻ പോലീസിനോട് നൽകിയിരിക്കുന്ന വിവരം അത് ഈ നിലയിലാണ്. 6-ാം തീയതി രാത്രിയിൽ ഈ പെൺകുട്ടി അലനൊപ്പം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് അലനും ഈ പെൺകുട്ടിയും സംസാരിച്ചു. സംസാരത്തിനിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കം ഈ പെൺകുട്ടിക്ക് ഈ സമയം വന്ന ചില ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. അലന് ഈ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടായിരുന്നു. തുടർന്ന് അലനും ഈ പെൺകുട്ടിയും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഈ സമയം അലൻ മദ്യലഹരിയിലായിരുന്നു. പിന്നീട് അലൻ ഈ പെൺകുട്ടിയെ ഈ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്ത് നിർത്തുന്നു. അതിനുശേഷം അലൻ വീണ്ടും ബാറിൽ പോയി മദ്യപിക്കുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഈ പെൺകുട്ടിയെ വീട്ടിലാക്കുന്നതിന് വേണ്ടി അലന്റെ ബൈക്കിൽ യാത്ര ചെയ്യുന്നു. തുടർന്ന് ഈ കൃത്യം നടന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം അവിടെ വിജനമായ ഒരു പ്രദേശമാണ്. അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം വീണ്ടും ഇവർ തമ്മിൽ സംസാരിക്കുന്നു. തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന കല്ലുപയോഗിച്ച് അലൻ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നതും തലയ്ക്കടിക്കുന്നതും കൊലപ്പെടുത്തുന്നതും. ഇതാണ് അലൻ പോലീസിനോട് നിലവിൽ സമ്മതിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അലനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാലടി പോലീസാണ് അലനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇന്നലെ മുതൽ ഈ കേസ് അന്വേഷിച്ചത്. ഈ കേസിൽ നിർണായകമായ വിവരം അത് CCTV ദൃശ്യങ്ങളാണ്. കാരണം അലൻ ഈ പെൺകുട്ടിയുമായി ബൈക്കിൽ ഈ കൃത്യം നടന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ CCTV ലഭിച്ചതിന് പിന്നാലെയാണ് അലനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തത്. ഇന്നലെ രാത്രിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അലൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 6-ാം തീയതിയാണ് ചിത്രപ്രിയ എന്ന ഈ കുട്ടി കാണാതാകുന്നത്. 6-ാം തീയതി സമീപത്തുള്ള ഒരു അമ്പലത്തിലേക്ക് ഉത്സവത്തിനായി പോകിയതാണ് ഈ കുട്ടി. അതിനുശേഷം ഈ കുട്ടിയെ കാണാതാകുന്നു. പിന്നീട് ഈ കുട്ടിക്ക് വേണ്ടി നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തുന്നു. ഈ പോലീസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഈ കുട്ടിയുടെ മൊബൈൽ ടവർ അത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ മൃതശരീരം ലഭിച്ച ഈ ഭാഗത്ത് പോലീസും നാട്ടുകാരും ഇന്നലെ വിശദമായി പരിശോധന നടത്തുന്നു. അപ്പോഴാണ് ഈ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നതും പിന്നീട് മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോഴാണ് ശരീരത്തിൽ മുറിവ് കണ്ടെത്തുന്നതും ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നത്.